ഹലോ, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള ചെറിയൊരു വ്ളോഗായിട്ടാണ്. അപ്പോൾ ഞാനിത് പരാഗിലോട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് കുറച്ച് മെറ്റീരിയൽസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കസിനിലോ കുറച്ച് സാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ UAE വർക്ക് ചെയ്യണ്. അപ്പം അവർക്കും അതുപോലെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന 2 അറബ് ഫ്രണ്ട്സിനും വേണ്ടിയിട്ടാണ് സാരി ഓർഡർ ആക്കിയിട്ടുള്ളത്. അവരെന്തോ അംബാനിയുടെ മകൻ്റെ മാരേജ് ഫംഗ്ഷനൊക്കെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് അവർക്കൊന്ന് സാരി എടുത്ത് നോക്കാനൊരു ആഗ്രഹം. അപ്പോൾ അങ്ങനെ സാരി ചെയ്തു തരുമെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം കസ്റ്റമറിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഫോട്ടോസാണ്. കസ്റ്റമർ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കസിനിലോ ആണ് കസ്റ്റമർ. അപ്പം അവർക്ക് ഞാനിങ്ങനെ ഫോട്ടോസ് അയച്ചു കൊടുക്കും. എന്നിട്ട് അവർ ഓരോന്ന് സെലക്ട് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി എടുത്ത ഫോട്ടോസാണിത്. അവർക്ക് പ്ലെയിൻ സാരി ആയിരുന്നു ആവശ്യം. പിന്നെ ബ്ലൗസ് കുറച്ച് വർക്കൊക്കെ വരുന്ന ടൈപ്പ് മെറ്റീരിയൽ ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കുറേ ഫോട്ടോസെല്ലാം അയച്ചു കൊടുത്തതിന് ശേഷം സാറ്റിനിൽ അവർ 3 കളറ് സെലക്ട് ചെയ്തു. ഇനി ഞാൻ അതിലേക്കുള്ള മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് മെറ്റീരിയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതും ഇതുപോലെ ഞാൻ ഒരുപാട് ഫോട്ടോസൊക്കെ അവർക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ അവർ അതിൽ നിന്ന് 3 സെലക്ട് ചെയ്ത് ഞാനത് വാങ്ങിച്ചു. പിന്നെ കുറച്ച് ലൈസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെ മെറ്റീരിയൽ വാങ്ങിച്ചെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ഹാൻഡ് എംബ്രോയ്ഡറി ഓൺലൈനായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളൊരു ക്ലാസ് ചെയ്യുന്നുണ്ട്. 1 മന്ത് കോഴ്സാണ്. 50 സ്റ്റിച്ചസ് ആണ്. അതായത് 50 സ്റ്റിച്ചസ് ആണ് പഠിപ്പിക്കുന്നത്. ബേസിക് ടു അഡ്വാൻസ് ലെവൽ റെക്കോർഡഡ് ക്ലാസ്സും ആയിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. നെക്സ്റ്റ് മന്ത് ആണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നത്. ഞാൻ തന്നെയാണ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള മെറ്റീരിയൽ. ഇതാണ് ഫസ്റ്റ് സാരി സെറ്റ്. സാരിയും ബ്ലൗസും ഉണ്ട്. ബ്ലൗസ് പീസാണ് ഈ ഒരു വർക്ക് വരുന്ന ടൈപ്പ് മെറ്റീരിയൽ വെൽവെറ്റിൽ. പിന്നെ സാരി ഞാൻ പറഞ്ഞല്ലോ പ്ലെയിൻ സാറ്റിനിലാണ്. ഇത് സാരിയുടെ എൻഡിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ലേസാണ്. ഇതാണ് രണ്ടാമത്തെ സാരി. ഇതൊരു ഡാർക്ക് പർപ്പിളായിരുന്നു. ഇതിൻ്റെ ബ്ലൗസും വെൽവെറ്റ് മെറ്റീരിയലിൽ ഇതുപോലെ ഒരു വർക്ക് വരുന്നതാണ്. പിന്നെ പ്ലെയിൻ സാറ്റിനും ഇതിലേക്ക് ഞാനൊരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ഇതുപോലത്തെ ഒരു ലേസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് വണ്. ഇതിൻ്റെ ബ്ലൗസ് മറ്റേതുപോലെ വെൽവെറ്റ് അല്ല, വേറൊരു ടൈപ്പ് മെറ്റീരിയൽ ഇതുപോലെ സീക്വൻസും ത്രെഡ് വർക്കും വരുന്നതായിരുന്നു. പിന്നെ പ്ലെയിൻ സാറ്റിന് പിന്നെ ഇതിലേക്ക് മാച്ചിങ് ആയിട്ടൊരു ലേസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കാണിച്ചിട്ടുള്ള നേവി ബ്ലൂ ആയിരുന്നു കസ്റ്റമർ തനിക്ക് വേണ്ടി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റേത് രണ്ടും എൻ്റെ ഫ്രണ്ട്സിനായിരുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മൾ സാരിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കാണിട്ടുണ്ട്. ഞാനിതാ ഇതുപോലെ ലേസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലേസ് വെക്കുന്ന വീഡിയോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാൻ ചെയ്യുന്ന മുമ്പൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിൻ്റെ ഡിസൈൻസ് കാണിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സാരി. ബ്ലൗസിൻ്റെ സ്ലീവിൽ മാത്രമേ നമ്മളിങ്ങനെ ഈ ഒരു വർക്കുള്ള ടൈപ്പ് മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളൂ. ബാക്കി ബ്ലൗസ് മൊത്തം പ്ലെയിൻ സാറ്റിനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ബ്ലൗസ് പ്രിൻസസ് കട്ട് ബ്ലൗസാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സാരി. ഈ ഒരു ബ്ലൗസിൻ്റെ സ്ലീവിനായിരുന്നു ഈ ഒരു വർക്ക് ടൈപ്പ് മെറ്റീരിയൽ വാങ്ങിച്ചിരുന്നത്. പിന്നെ ഇത് വാങ്ങിയതിന് ശേഷമാണ് കസ്റ്റമർ പറഞ്ഞത് അവർക്ക് സ്ലീവ് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആവണം, എന്നാൽ പ്ലെയിൻ നെറ്റും വേണ്ട, കുറച്ച് വർക്കുള്ള ടൈപ്പ് മെറ്റീരിയൽ വേണമെന്ന്. അപ്പോൾ ഏകദേശം അതിനോട്ട് മാച്ചിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ പിന്നെ വാങ്ങിക്കുകയായിരുന്നു. ഈ ഒരു ബ്ലൗസും അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് സ്ലീവിനായിരുന്നു ആ ഒരു വെൽവെറ്റ് ടൈപ്പ് മെറ്റീരിയൽ വാങ്ങിച്ചിരുന്നത്. പിന്നെയാണ് അവർ പറഞ്ഞത് ഇതുപോലെ സ്ലീവ് ട്രാൻസ്പെറൻ്റ് ആക്കണമെന്ന്. അങ്ങനെ നമ്മൾ ഏകദേശം അതിനോട് മാച്ചിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നെറ്റിൻ്റെ മെറ്റീരിയൽ വാങ്ങിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടുതൽ ഫോട്ടോസ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. പിന്നെ അത് കസ്റ്റമേഴ്സ് ഇട്ടിട്ടുള്ള ആ ഒരു പിക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.